നിങ്ങളിങ്ങനെയാണോ? ഞാനിങ്ങനെയാണ് കേട്ടോ. എങ്ങനെയെന്നല്ലേ പറയാം. ഹലോ ലിറ്റിൽ മോൺസ്റ്റേഴ്സ്, എന്തൊക്കെ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ. ഞാൻ അങ്ങനത്തെ ഒരു കൂട്ടത്തിൽ പെടുന്ന ആളാണ് കേട്ടോ. ഞാൻ ഒന്നിൻ്റെ മാസ്റ്റർ ഒന്നും അല്ല, പക്ഷെ എല്ലാത്തിൻ്റെയും ജാക്ക് ഓഫ് ട്രേഡ്സ് ജാക്കാണ്. അതായത് കുറേ കാര്യങ്ങളുടെ കഴിവുകളുണ്ട്. ചിലപ്പോൾ പാട്ട് പാടാൻ കുറച്ച് കഴിവുണ്ടാവും, ഡാൻസ് കളിക്കാൻ കുറച്ച് കഴിവുണ്ടാവും. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ സ്പോർട്സിലുണ്ടായിരുന്നു, വർത്തമാനം പറയാൻ കഴിവുണ്ട്, എല്ലാത്തിനും ആക്റ്റീവായി നിൽക്കാൻ കഴിവുണ്ട്. അങ്ങനെ കുറേ ടാലൻസ് എനിക്കുണ്ട്. പക്ഷെ ഇതിലൊന്നും ഞാൻ മാസ്റ്റർ അല്ല. അതായത് ഞാൻ പാട്ട് പാടുമ്പോൾ വെള്ളി വീഴും, ഡാൻസ് കളിക്കുമ്പോൾ ബാക്കിയുള്ളവർ കളിക്കുന്ന അത്ര മെയ് വഴക്കമൊന്നും എനിക്ക് വരാറില്ല. അങ്ങനെ ഇപ്പോൾ ഒരു സ്റ്റേജിൽ കയറി എനിക്ക് സംസാരിക്കാൻ എനിക്ക് പറ്റും, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് സ്റ്റേജ് ഫ്രൈറ്റ് ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ ഞാൻ എവിടെയാണെങ്കിലും എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് താനും. പക്ഷെ ഇതെല്ലാം ആണെങ്കിലും ഞാനിങ്ങനെ മറ്റേന്നാള് നമ്മുടെ വിനോദ് ചേട്ടൻ പറഞ്ഞതുപോലെ, വിനോദ് സവാരി ആ ചേട്ടൻ പറയുന്ന പോലെ ദൈവം എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് കിട്ടിയ ഒരു സംഭവത്തിനടുത്ത് എന്നൊക്കെ കൊടുത്തേക്കാന്ന് പറഞ്ഞ് എന്തോ കിട്ടിയ ഒരു സാധനമാണ് കേട്ടോ എനിക്ക്. ഞാൻ എല്ലാത്തിലും എക്സ്പേർട്ട് അല്ല, പക്ഷേ ഇതിനൊരു എക്സ്റ്റെൻഡഡ് വേർഷൻ ഉണ്ട് കേട്ടോ. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ, ദോ ഓഫൻ ബെറ്റർ ദാൻ മാസ്റ്റർ ഓഫ് വൺ. അതായത് ഒരെണ്ണത്തിന് ഭയങ്കരമായി മാസ്റ്റർ ആവുന്നതിനേക്കാളും ചിലപ്പോൾ ഒക്കെ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ആവുന്നതും നല്ലതാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്കിവിടെ കുറേയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. പാട്ട് കൊണ്ടും ഡാൻസ് കൊണ്ടും ഒന്നും അല്ല, പക്ഷേ അതിൽ നിന്ന് കിട്ടിയ കോൺഫിഡൻസ് കൊണ്ടും അതിൽ നിന്നുണ്ടായ സ്കിൽസ് കാരണമാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റിയത് കേട്ടോ.